ബാഹ്യ സൗന്ദര്യമല്ല പ്രണയം, മറിച്ച് മനസ്സിന്റെ സൗന്ദര്യമാണെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ആളാണ് ജയപ്രകാശ്. ഏതു വെല്ലുവിളികളെയും അതിജീവിക്കാൻ തന്റെ പ്രണയത്തിന് കഴിയുമെന്ന് ജയപ്രകാശ് വർഷങ്ങൾക്കിപ്പുറവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. +2 പഠിക്കുമ്പോഴാണ് ജയപ്രകാശ് സുനിതയുമായി അടുക്കുന്നത്. അന്ന് തന്റെ ക്ലാസ് മുറിക്ക് മുന്നിലൂടെ നടന്നുപോയ ആ സുന്ദരിയായ പെൺകുട്ടിയോട് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നിയെന്ന് ജയപ്രകാശ് പറയുന്നു. ആരും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു സുന്ദരി കുട്ടിയായിരുന്നു അന്ന് സുനിത. അങ്ങനെ കാലക്രമേണ അവർ സുഹൃത്തുക്കളായി മാറി. അവരറിയാതെ ഇരുവർക്കുമിടയിൽ ഒരു പ്രണയം മുട്ടിടാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ജയപ്രകാശിന്റെ +2 കാലഘട്ടം കഴിയാറായിരുന്നു. അങ്ങനെ പറയാൻ മടിച്ച പ്രണയവുമായി ഫോൺ നമ്പറുകളും കാർഡുകളുമൊക്കെ കൈമാറി അവർ വേർപിരിഞ്ഞു. പിന്നീട് 2 വർഷത്തോളം എവിടെയാണെന്ന് പോലും അറിയാതെ അവർ രണ്ടുപേരും അകന്നു കഴിഞ്ഞു. തന്റെ കോളേജ് കാലഘട്ടങ്ങളിലൊന്നും തനിക്ക് സുനിതയെപ്പോലൊരു പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞില്ലെന്ന് ജയപ്രകാശ് പറയുന്നു. അങ്ങനെ 2 വർഷങ്ങൾക്കു ശേഷം തന്റെ പിറന്നാൾ ദിനത്തിൽ ജയപ്രകാശിനെ തേടി ഒരു ഫോൺ കോൾ എത്തി. തന്റെ പ്രിയപ്പെട്ടവളായിരുന്ന സുനിതയുടെ ഫോൺ കോൾ ആയിരുന്നു അത്. 2 മിനിറ്റ് മാത്രം നീണ്ട ആ ഫോൺ വിളിയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് ഇടയ്ക്കൊക്കെ പരസ്പരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ജയപ്രകാശിന്റെ ജോലി തിരക്കുകളും അതുപോലെ സുനിതയുടെ പഠന തിരക്കുകളുമൊക്കെയായി അവർ പരസ്പരം ബന്ധപ്പെടാതെയായി. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസമാണ് ജയപ്രകാശിന്റെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ട് സുഹൃത്തിന്റെ ഒരു ഫോൺ കോൾ വരുന്നത്. സുനിതയ്ക്ക് ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞായിരുന്നു ആ ഫോൺ കോൾ. ആദ്യം ജയപ്രകാശ് അതൊരു ചെറിയ അപകടമായിരിക്കുമെന്ന് കരുതി. പിന്നീട് സുനിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ജയപ്രകാശിന് അപ്പോൾ സുനിതയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ജയപ്രകാശ് സുനിതയെ സന്ദർശിക്കാനായി ആശുപത്രിയിലേക്ക് പോയി. അപ്പോഴും സുനിത അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ജയപ്രകാശിന് അറിയില്ലായിരുന്നു. അതൊരു ചെറിയ അപകടമായിരുന്നില്ല, സുനിതയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഭയാനകമായ അപകടമായിരുന്നു അത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സുനിത സുഹൃത്തുക്കളോടൊപ്പം അമ്മയെ കാണാനായി വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു ആ അപകടം സംഭവിക്കുന്നത്. കാറിന്റെ പിൻഭാഗത്ത് കിടന്നുറങ്ങുകയായിരുന്നു സുനിത. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഒരു ട്രക്കിലിടിച്ച് റോഡിലൂടെ 3 തവണ മറിഞ്ഞ് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം നടന്നത്. കാറിന്റെ സൈഡ് വിൻഡോയിലൂടെ സുനിതയുടെ തല പുറത്തേക്ക് വന്നതിനാൽ സുനിതയുടെ മുഖത്തിന് സാരമായി പരിക്കേറ്റു. ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവളുടെ മുഖത്ത് ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. മുഖത്തിന്റെ 90% നഷ്ടമായെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇതൊന്നും അറിയാതെ ആശുപത്രിയിലെത്തിയ ജയപ്രകാശ് ആദ്യമൊന്ന് സ്തംഭിച്ചുപോയി. തലമുടിയില്ലാത്ത വികൃതമായ മുഖവുമായി മൂക്കും വായും പല്ലും ഒന്നുമില്ലാത്ത സുനിതയാണ് ജയപ്രകാശ് അവിടെ കണ്ടത്. പക്ഷേ ജയപ്രകാശിന്റെ പ്രണയത്തിനു മുന്നിൽ വിധി പോലും തോറ്റുപോയ നിമിഷമായിരുന്നു അത്. ബോധം നഷ്ടപ്പെട്ട അവളുടെ കയ്യിൽ തന്റെ കൈ ചേർത്ത് പിടിച്ച ജയപ്രകാശ് തന്റെ മനസ്സിൽ അവൾക്ക് ഒരു വാക്കു നൽകി. മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല നിന്നെ, നീ എന്റേതു മാത്രമാണ്. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ സുനിതയ്ക്ക് 10ലേറെ സർജറികൾ ചെയ്തു. പ്രതിബിംബം കാണാനാകുന്ന ഒരു വസ്തുവും സുനിതയ്ക്ക് മുന്നിലേക്ക് വീട്ടുകാർ കൊണ്ടുവന്നില്ല. കാരണം അവളുടെ മുഖം അത്രയ്ക്കും വികൃതമായിരുന്നു. പിന്നീട് എത്രയോ സർജറികൾ ചെയ്താണ് ഇന്നീ കാണുന്ന നിലയിലേക്ക് സുനിതയുടെ മുഖം എത്തിയത്. അങ്ങനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി സുനിത വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ തന്റെ പ്രിയതമയെ കാണാനായി ജയപ്രകാശ് വീണ്ടും സുനിതയ്ക്കരികിലേക്ക് എത്തി. പക്ഷേ ഇത്തവണ തന്റെ മനസ്സിൽ അടക്കിവെച്ച പ്രണയം പുറത്തു പറയാൻ ജയപ്രകാശ് മടിച്ചില്ല. ജയപ്രകാശ് തന്റെ ഇഷ്ടം സുനിതയോട് തുറന്നു പറഞ്ഞു. നിന്നെ പരിപാലിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി ഞാൻ മാത്രമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നമുക്ക് വിവാഹം കഴിക്കാമെന്നാണ് ജയപ്രകാശ് അന്ന് സുനിതയോട് പറഞ്ഞത്. ആദ്യം ഇതൊരു സഹതാപം മൂലമുള്ള ഇഷ്ടമാകാമെന്ന് കരുതി സുനിത എതിർത്തെങ്കിലും പിന്നീട് ജയപ്രകാശിന്റെ യഥാർത്ഥ സ്നേഹം അവൾ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി അവർ വിവാഹിതരായി. അന്ന് ആശുപത്രി കിടക്കയിൽ സുനിതയുടെ കയ്യിൽ പിടിച്ച ആ പിടി ജയപ്രകാശ് ഇതുവരെയും വിട്ടിട്ടില്ല. ഇപ്പോൾ 2 കുട്ടികളുടെ അമ്മയായ സുനിതയെ ചേർത്തു നിർത്തി ജയപ്രകാശ് പറയാതെ പറയുകയാണ്, നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്ന്. ഈ ദിവസം വരെയും അവർ സന്തുഷ്ടരായാണ് ജീവിക്കുന്നത്. ജയ് അവളെ ഇന്നും അനന്തമായി സ്നേഹിക്കുന്നുണ്ട്. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു.